കീം 2024 വളരെ സിമ്പിളായിട്ടുള്ള നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള 2 ചാപ്റ്റർ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഒന്ന് സീക്വൻസ് ആൻഡ് സീരീസ്, അനദർ ഈസ് സ്റ്റാറ്റിസ്റ്റിക്സ്. സ്റ്റാറ്റിസ്റ്റിക്സിൽ നിന്ന് കുറച്ച് ക്വസ്റ്റ്യനേ ഉള്ളൂ. സീക്വൻസ് ആൻഡ് സീരീസിൽ നിന്ന് 2-3 ക്വസ്റ്റ്യൻ വീതം നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് വന്നാൽ എ ബി സി ആർ പോസിറ്റീവ് നമ്പേഴ്സ് എ ഇൻറ്റു ബി ഇൻറ്റു സി 1 ദെൻ ദ മിനിമം വാല്യൂ. ഈ ടൈപ്പ് എല്ലാ ക്വസ്റ്റ്യനിലും മാക്സിമം മിനിമത്തിൽ നിങ്ങൾ അപ്ലൈ ചെയ്യേണ്ട ടെക്നിക്ക് ഏതാണ്? അരിത്തമെറ്റിക് മീൻ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ജിയോമെട്രിക് മീൻ. ഓക്കെ, അപ്പോൾ അരിത്തമെറ്റിക് മീൻ 3 നമ്പറിൻ്റെ അരിത്തമെറ്റിക് മീൻ എന്ത് വരും? എ പ്ലസ് ബി പ്ലസ് സി ബൈ 3. 3 നമ്പറിൻ്റെ ജിയോമെട്രിക് മീനോ എ ഇൻറ്റു ബി ഇൻറ്റു സി ഹോൾ റേസ് ടു 1/3. നിങ്ങൾ 2 നമ്പറിൻ്റെ കണ്ടിട്ടുണ്ട്. എ ഇൻറ്റു ബി റൂട്ട് എ ബി എന്ന് പറഞ്ഞാൽ എ ഇൻറ്റു ബി ഹോൾ റേസ് ടു 1/2 ആണ്. ഇവിടെ 3 നമ്പർ വരുന്നു എന്നുള്ളൂ കേട്ടോ. അതെ, എ ഇൻറ്റു ബി ഇൻറ്റു സി എത്രയാ? 1. അത് അവിടെയും കൊടുത്തു. അപ്പോൾ എ പ്ലസ് ബി പ്ലസ് സി ബൈ 3 എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1 കിട്ടിയില്ലേ? 3 കൊണ്ട് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ എ പ്ലസ് ബി പ്ലസ് സി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 3 കിട്ടി. ഓപ്ഷൻ എലഫൻറ്റ്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ. അടുത്ത ക്വസ്റ്റ്യൻ വീണ്ടും അതേ ടൈപ്പ് തന്നെ. എ ആൻഡ് ബി ആർ അരിത്തമെറ്റിക് മീൻ ആൻഡ് ജിയോമെട്രിക് മീൻ ഓഫ് എക്സ് ആൻഡ് വൈ. അപ്പോൾ 2 നമ്പർ എക്സും വൈയും അതിൻ്റെ അരിത്തമെറ്റിക് മീൻ എന്ന് പറയുന്നതാണ് എ. 2 നമ്പർ എക്സും വൈയും അതിൻ്റെ ജിയോമെട്രിക് മീൻ എന്ന് പറയുന്നതാണ് ബി. ഇത്രയും അവർ പറഞ്ഞേക്കുന്നു. ഓക്കെ, എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ കണ്ടുപിടിക്കണം. എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ കണ്ടുപിടിക്കുമ്പോൾ ഒരു ചെറിയ പ്രശ്നം, അത് എയിലേക്കും ബിയിലേക്കും മാറ്റണം. സ്കൂളിൽ പഠിച്ച ഏറ്റവും സിമ്പിളായിട്ടുള്ള ഐഡൻറ്റിറ്റി എക്സ് പ്ലസ് വൈ ദ ഹോൾ സ്ക്വയർ മൈനസ് 2xy എന്നെഴുതാം. നിങ്ങൾ പഠിച്ചപ്പോൾ ചെറിയ വ്യത്യാസം ഉണ്ടായിരുന്നു. ഈ -2xy ഇവിടെയായിരുന്നു നമ്മുടെ എ പ്ലസ് ബി ഹോൾ സ്ക്വയർ. അതാണ് ഈ വാല്യൂ ഇവിടെയും കൊടുക്കൂ. ഇതിനകത്തുനിന്ന് എക്സ് പ്ലസ് വൈക്ക് പകരം 2a കൊടുക്കാം, മൈനസ് 2 ഇൻറ്റു ഇതിനകത്തുനിന്ന് എക്സ് വൈക്ക് പകരം ബി സ്ക്വയർ കൊടുക്കാം. ഇതൊന്ന് സ്ക്വയർ ചെയ്താൽ മതി. എക്സ് വൈ ഈക്വൽ ടു ബി സ്ക്വയർ. അപ്പോൾ 4a സ്ക്വയർ മൈനസ് 2b സ്ക്വയർ ഓപ്ഷൻ എ കിട്ടും. വളരെ സിമ്പിൾ. അവർ പറഞ്ഞിരിക്കുന്ന കാര്യം അങ്ങ് എഴുതുന്നു. ഇപ്പോൾ 10 നമ്പറിൻ്റെ അരിത്തമെറ്റിക് മീൻ ചോദിച്ചാൽ എല്ലാം ആഡ് ചെയ്യുക ബൈ 10. ജിയോമെട്രിക് മീൻ ചോദിച്ചാൽ എല്ലാം മൾട്ടിപ്ലൈ ചെയ്യുക ഹോൾ റേസ് ടു 1/10. 10 നമ്പർ ആണെങ്കിൽ. അടുത്തത് സം ഓഫ് ദ സീരീസ്. ഇത് സീരീസിൻ്റെ സം കണ്ടുപിടിക്കണം. 1/10 പുറത്തേക്ക് എടുക്കണമെങ്കിൽ 1/2 എടുക്കണമെങ്കിൽ എടുക്കാം, എടുത്തില്ലെങ്കിലും കുഴപ്പമില്ല. ഇതൊരു GP ആണ്. ഫസ്റ്റ് ടേം 1/2 എന്നും കോമൺ റേഷ്യോ 1/2 എന്നും ദിസ് മൈനസ് ദിസ് ബൈ ദിസ്. നമ്പർ ഓഫ് ടേം എന്ന് പറയുന്നത് 10 വരും കേട്ടോ. കാരണം 10, 11 അങ്ങനെ 19 വരെ. ഓക്കെ, 9 എന്ന് എഴുതരുത് കേട്ടോ. 11 തുടങ്ങുവാണെങ്കിൽ ശരിയാണ്. ഓക്കെ, ഇനി ഫോർമുല അപ്ലൈ ചെയ്യൂ. എ ഇൻറ്റു 1 മൈനസ് ആർ റേസ് ടു n ബൈ 1 മൈനസ് ആർ. എസ് എന്നിൻ്റെ ഫോർമുല ആട്ടോ ഞാനിപ്പോൾ പറഞ്ഞത്. നമുക്കിവിടെ 10 ടേമാണ്. അപ്പോൾ S10 എന്ന് എഴുതാം. 1/2 ഇൻറ്റു 1 മൈനസ് 1/2 ബൈ 1 മൈനസ് 1/2. 1 മൈനസ് 1/2 വരും. ആ 2 മുകളിലേക്ക് പോകും കേട്ടോ. അപ്പോൾ നമുക്ക് അതിൻ്റെ സ്റ്റാൻഡേർഡ് ഫോമിലേക്ക് തന്നെ കൊണ്ടുവരാം. ഈ ബ്രാക്കറ്റിനകത്തൊന്ന് LCM കണ്ടാൽ 2/10 മൈനസ് 1/2 ഇൻറ്റു 2 വരും. ഏത്? ഈ 1/2 മുകളിലേക്ക് പോയി. അപ്പോൾ അതേ കിട്ടിക്കഴിഞ്ഞു. ഇത് രണ്ടും ഒന്ന് കട്ടായി പോകും. അപ്പോൾ 2/10 മൈനസ് 1 ബൈ ഇത് 2/9 വരും ഇൻറ്റു 2/10. എന്താ 2/9 വരാൻ കാരണം? ഇത് രണ്ടും ഒന്ന് ക്യാൻസലായി പോയതാ. അപ്പോൾ നമുക്ക് ഓപ്ഷൻ സി മാർക്ക് ചെയ്യാലോ. ഓപ്ഷൻ സി 2/9 ഇൻറ്റു 2/10 a/m ഇൻറ്റു a/n a/m പ്ലസ് n. ഓക്കെ, അടുത്തത് സെക്കൻഡ് ടേം ഓഫ് എ GP എന്ന് പറയുമ്പോൾ AR എന്ന് എഴുതി. അത് ഹാഫ്. അവിടെ നിൽക്കട്ടെ. പ്രോഡക്റ്റ് ഓഫ് ഫസ്റ്റ് 5 ടേംസ് എഴുതിക്കോളൂ. A ഇൻറ്റു AR ഇൻറ്റു AR സ്ക്വയർ ഇൻറ്റു AR ക്യൂബ് ഇൻറ്റു AR റേസ് ടു 4. അത് 32 32. ഓക്കെ, നമുക്കൊരു കാര്യം ചെയ്യാം.
എ ഇൻറ്റു എ ഇൻറ്റു എ ഇൻറ്റു എ 5 എ ഉണ്ട്, എ റേസ് ടു 5 വരും. ആർ റേസ് ടു ഇത് 1 ആട്ടോ. അപ്പോൾ എ റേസ് ടു എം ഇൻറ്റു എ റേസ് ടു എൻ വരുമ്പോൾ പ്ലസ് ചെയ്യണ്ടേ. 1 + 2 3, 3 + 3 6, 6 + 4 10 ഈക്വൽ ടു 32. ഓക്കെ, നമുക്ക് ഇങ്ങനെ എഴുതിയാലോ സെക്കൻഡ് ടേം. ഓക്കെ, നമുക്ക് ഇങ്ങനെ എഴുതിയാലോ എ ആർ സ്ക്വയർ ദ ഹോൾ റേസ് ടു 5 ഈക്വൽ ടു 32 പവർ എ റേസ് ടു എം ഹോൾ റേസ് ടു എൻ. എ ആർ സ്ക്വയർ ഈക്വൽ ടു 2 എന്ന് എഴുതാൻ പാടില്ല, കാരണം ഇത് 2 റേസ് ടു 5 ആ, 2 റേസ് ടു 4 16 അല്ലേ. ദെൻ ഈ രണ്ട് ഇക്വേഷൻ നിങ്ങൾ നോക്കൂ, ഒന്ന് ഡിവൈഡ് ചെയ്താൽ മതി. ബൈ എ ആർ ചെയ്യൂ, ഈക്വൽ ടു ഹാഫ്. എ കട്ട് ചെയ്ത് പോയി, ആർ ഈക്വൽ ടു 4 എന്ന് കിട്ടും. ആർ ഈക്വൽ ടു 4. ഇതിൻ്റെ റെസിപ്രോക്കൽ എടുത്തു, ആർ ഈക്വൽ ടു 4, കോമൺ റേഷ്യോ 4. വെരി സിമ്പിൾ. ഇത് ഡിവൈഡ് ചെയ്തതാട്ടോ. ഓക്കെ, ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഇനിയും പ്രതീക്ഷിച്ചോളൂ, വളരെ സിമ്പിളാണ്. ഫസ്റ്റ് ടേം ആൻഡ് സിക്സ്ത് ടേം. ഫസ്റ്റ് ടേം 2 എന്നെഴുതി, പിന്നെയോ സിക്സ്ത് ടേം എന്ന് പറയുമ്പോൾ എ ആർ റേസ് ടു 5 ആണ് കേട്ടോ. അത് 64/243. ഒന്ന് രണ്ട് കാര്യങ്ങൾ ചെയ്താലോ. എക്ക് 2 എടുക്കാം, അപ്പം 2 ഇൻറ്റു ആർ റേസ് ടു 5 ഈക്വൽ ടു 64/243 എന്നെഴുതി. അപ്പോൾ ആർ റേസ് ടു 5 ഈക്വൽ ടു ഇത് കട്ട് ചെയ്ത് പോയിട്ട് 32/243 എന്നെഴുതി. അടുത്ത സ്റ്റെപ്പ് ഞാൻ ഇങ്ങനെ എഴുതിക്കോട്ടെ, ഇത് ഈക്വൽ ടു 2/3 ദ ഹോൾ റേസ് ടു 5. 2 റേസ് ടു 5 32. അതുപോലെ തന്നെയാട്ടോ 3 റേസ് ടു 4 വരുമ്പോഴത്തേക്കും 81 ആയി. ഇൻറ്റു 3 ചെയ്തു, സോ 2/3 എന്ന് കിട്ടി. എന്ത് 6 കിട്ടി, എയും കിട്ടി. ഇനി എന്താ കാണേണ്ടത്? സം ഓഫ് ഫസ്റ്റ് 10 ടേംസ് S10 ഈക്വൽ ടു എ ഇൻറ്റു എ എത്രയാ 2 ഇൻറ്റു 1 മൈനസ് ആർ റേസ് ടു 10 ബൈ 1 മൈനസ് ആർ. സോറി, ആർ 2/3 ആട്ടോ, ഇവിടെ ചെറിയ മിസ്റ്റേക്ക്. 2/3 ആണ്, 2/3. ഓക്കെ, അപ്പോൾ ഇത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ 1/3 വരും, അത് മുകളിലേക്ക് പോവും. 2 ഇൻറ്റു 3 റേസ് ടു 10. വേണ്ട, അവരത് അങ്ങനെ ചെയ്തിട്ടില്ല, എന്നാൽ നമുക്കും അങ്ങനെ ചെയ്യണ്ട. ഓപ്ഷനും നോക്കിക്കോളൂ കേട്ടോ. 2 റേസ് ടു 10 ബൈ 3 റേസ് ടു 10 ബൈ 1/3 വരും. ഇത് മുകളിലേക്ക് പോയി കഴിഞ്ഞാൽ 6 ഇൻറ്റു എന്ന് വരും. 6 ഇൻറ്റു 1 മൈനസ് 2 റേസ് ടു 10 ബൈ 3 റേസ് ടു 10 വരും. 6 ബ്രാക്കറ്റിനകത്തേക്ക് മൾട്ടിപ്ലൈ ചെയ്യാം. 6 ബ്രാക്കറ്റിനകത്തേക്ക് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 6 മൈനസ് 6 ഇവിടെ ചെല്ലുമ്പോൾ ഞാൻ 3 ഇൻറ്റു 2 എന്ന് എഴുതും കേട്ടോ. 3 ഇൻറ്റു 2 റേസ് ടു 11 ആക്കി, ബൈ 3 റേസ് ടു 10 ആക്കി. അപ്പോൾ ഇത് കട്ട് ചെയ്ത് പോയി കഴിയുമ്പോൾ 3 റേസ് ടു 9 വരും. അപ്പോൾ നമുക്ക് ഓപ്ഷൻ എ ധൈര്യമായിട്ട് മാർക്ക് ചെയ്യാം. വളരെ സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻ. നിങ്ങൾ പ്രതീക്ഷിച്ച പോലെ തന്നെ സീക്വൻസ് ആൻഡ് സീരീസ് എന്നുള്ള ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റും. അവർ പറയുന്ന കാര്യങ്ങൾ ഓരോന്നായിട്ട് എഴുതി വിടുക, അതിനകത്തുനിന്ന് എയും ആറും എടുക്കുക. സം ഫസ്റ്റ് 20 ടേംസ് ഓഫ് എ ജി പി. എന്താ പ്രശ്നം? എ ഇസ് ഈക്വൽ ടു √3 എന്ന് എഴുതി. കോമൺ റേഷ്യോ സെക്കൻഡ് ടേം ബൈ ഫസ്റ്റ് ടേം എഴുതി. അപ്പോൾ -1/3 കിട്ടും കേട്ടോ. കട്ട് ചെയ്ത് പോകരുതേ, ഇത് ന്യൂമറേറ്ററിലേക്ക് പോവില്ല. -1/3. S20 എഴുതിക്കോളൂ. എ ഇൻറ്റു 1 മൈനസ് ആർ റേസ് ടു n. അപ്പോൾ ഇത് മൈനസ് പ്ലസ് ആയി പോകും കേട്ടോ, കാരണം 20 ടേം അല്ലേ. അപ്പോൾ 1/3 റേസ് ടു 20 ബൈ 1 മൈനസ് 1/3. 1 മൈനസ് 1/3. ഓക്കെ, വിച്ച് ഈസ് ഈക്വൽ ടു √3 ഇൻറ്റു, ഇതൊന്ന് LCM കണ്ടേക്കാം, ഓപ്ഷനിൽ അങ്ങനെ കൊടുത്തിട്ടുണ്ട്. 3 റേസ് ടു 20 മൈനസ് 1 ബൈ 3 റേസ് ടു 20 ബൈ ഇത് 3 + 1 4/3 വരും.
4/3 വരും. ആ 3 മുകളിലേക്ക് പോട്ടെ. അപ്പോൾ 3√3 വരും. പക്ഷെ ആ 3 അവർ കട്ട് ചെയ്ത് കളഞ്ഞു. അപ്പോൾ √3 ഇൻറ്റു 3⁻20 - 1/3⁻20 ഇൻറ്റു 3/4 എന്നിട്ട് കേട്ടോ റെസിപ്രോക്കൽ. അപ്പോൾ ഇത് കട്ട് ചെയ്ത് പോയിട്ട് താഴെ 3⁻90 വരും. അപ്പോൾ ഓപ്ഷൻ എന്ത് വരും? √3/4 ഇൻറ്റു ഈ 4 ഇങ്ങോട്ട് നീക്കിയിട്ടു. √3/4 താഴെ 3⁻90. ഓപ്ഷൻ എ വരും. √3/4 ഇൻറ്റു 3⁻20 - 1/3⁻90. അടുത്തത് ജോമെട്രിക് മീൻ ഓഫ് ദ നമ്പേഴ്സ് 2 and alpha is 16. ജോമെട്രിക് മീൻ എന്ന് പറയുമ്പോൾ √2 and alpha is 16. അപ്പോൾ 2 ആൽഫ എന്ന് പറയുന്നത് 16ൻ്റെ സ്ക്വയർ വരും. അത് 256 ആണ്. അപ്പോൾ ആൽഫ എന്ന് പറയുന്നത് 128 കിട്ടും. അതാണോ ചോദ്യം? അല്ല, ഇതിൻ്റെ അരിത്തമെറ്റിക് മീൻ ആണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, അരിത്തമെറ്റിക് മീൻ എന്ന് പറഞ്ഞാൽ 2 + α/2, അതായത് 130/2 വരും. 130/2 തെറ്റിയോ? ജോമെട്രിക് മീൻ ഓഫ് 2 നമ്പേഴ്സ്. ഇല്ല, തെറ്റിയിട്ടില്ല. 130/2 ആൻസർ ഇവിടെ ഉണ്ട്. 65 കിടപ്പുണ്ട്. ഞാൻ നോക്കിയപ്പോൾ മുകളിലൊക്കെ ചെറിയ നമ്പർ അല്ലേ. 130/2 60 കിടപ്പുണ്ട്. അവർ ജോമെട്രിക് മീൻ പറഞ്ഞു, നമ്മൾ അതിനകത്ത് ആൽഫ കണ്ടുപിടിച്ചു, അരിത്തമെറ്റിക് മീൻ ചോദിച്ചു, ആൻസർ എഴുതി. ഇത് an തന്നിട്ടുണ്ട്. an തന്നിട്ടുണ്ട്. A1 എന്ന് പറഞ്ഞാൽ എന്ത് കിട്ടും? n-ന് 1 കൊടുക്കുക. അപ്പോൾ 1 × 1 - 4. അപ്പോൾ അല്ല 1 - 5 - 4. അപ്പോൾ -4/3. ഇങ്ങനെ ഓരോന്ന് കിട്ടിക്കൊണ്ടിരിക്കും. അപ്പോൾ എപ്പോഴാണ് നിങ്ങൾക്ക് 12/5 കിട്ടുന്നത്? m എത്ര കൊടുക്കുമ്പോൾ, അല്ലെങ്കിൽ ഇവിടെ n-ന് എത്ര കൊടുക്കുമ്പോഴാണ് 12/5 കിട്ടുന്നത്? അത്രയേ ഉള്ളൂ ചോദ്യം. n-ന് ഏത് വാല്യൂ കൊടുക്കുമ്പോഴാണ് 12/5 കിട്ടുന്നത്? അത്രയേ ഉള്ളൂ ചോദ്യം. അത് രണ്ട് വിധത്തിൽ ചെയ്യാം. ഒന്നെന്താന്ന് വെച്ചാൽ, ഒന്നൊരു നമ്മുടെ സിമ്പിൾ ടെക്നിക്ക്. ഈ താഴെ 5 വന്നോലോ, താഴെ 5 വന്നെങ്കിൽ ഒന്നുകിൽ n-ന് 3 കൊടുക്കണം, അല്ലെങ്കിൽ n-ന് 8 കൊടുക്കണം. 8 കൊടുത്താൽ 5 വരില്ല, പക്ഷെ 10 വരും. നമുക്കത് കട്ട് ചെയ്ത് എഴുതാമല്ലോ. അത്ര നല്ല മെത്തേഡൊന്നും അല്ല. അപ്പോൾ n-ന് 3 ഞാൻ കൊടുക്കുന്നില്ല. കാരണം എന്താ? അത് ഓപ്ഷനിൽ ഇല്ല. എന്നാൽ പിന്നെ n-ന് 8 കൊടുത്തു നോക്കാം. അപ്പോൾ A8 = 8 × 8 - 5 3/10. ഓക്കെ, 10ഉം 8ഉം കട്ട് ചെയ്തിട്ട് 5 4. ശരിയാണ്. 12/5 കിട്ടും. ഓപ്ഷൻ സി കിട്ടും. മാർക്ക് കിട്ടും കേട്ടോ, ഒരു പ്രശ്നവുമില്ല. ഞാൻ അപ്ലൈ ചെയ്ത ലോജിക്ക് മനസ്സിലായില്ല. താഴെ 5 വന്നിരിക്കുന്നു. ഇത് ശരിയായില്ലെങ്കിൽ പിന്നെ ഞാൻ n-ന് അടുത്ത് കൊടുക്കാൻ പോകുന്നത് 13. അപ്പോൾ ആ 5ൻ്റെ മൾട്ടിപ്പിൾസ് ഏതെങ്കിലും ഡിനോമിനേറ്ററിൽ വരത്തക്ക രീതിയിൽ ചെയ്യുന്നു. ഇനി ഇത് പോരാ, ഇതിലത്ര താല്പര്യമില്ല ഞങ്ങൾക്കെന്ന് പറയുന്നവർക്ക് വേണ്ടിയിട്ട് am എന്ന് പറഞ്ഞാൽ m × m - 5 m + 2 = 12/5 എന്നെഴുതും. ഇനി ഇതൊന്ന് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യും. അപ്പോൾ 5m² - 25m = 12m + 24 എന്ന് കിട്ടും. ഇതൊന്ന് റീഅറേഞ്ച് ചെയ്താൽ 5m² - 37m - 24 = 0 കിട്ടും. എമ്മിലുള്ളൊരു ക്വാഡ്രാറ്റിക് കിട്ടും. സിംപ്ലിഫൈ ചെയ്ത് m കണ്ടുപിടിച്ചോളൂ. എൻട്രൻസ് ക്വസ്റ്റ്യൻ ആണ്. ഈ രീതിയിലുള്ള പണിയൊക്കെ അപ്ലൈ ചെയ്യുന്നതായിരിക്കും നല്ലത്. 2 നമ്പറിൻ്റെ പ്രോഡക്റ്റ് ക്വാഡ്രാറ്റിക് ഫോർമുല യൂസ് ചെയ്യേണ്ട, അല്ലാതെ സിംപ്ലിഫൈ ചെയ്ത് നോക്കുന്നതായിരിക്കും ബെറ്റർ. ഓക്കെ, ഞാൻ അതിലേക്ക് പോകുന്നില്ല. എൻട്രൻസിനത് മതി. അടുത്ത ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ചാൽ, ഇത് നിങ്ങൾ ഇൻ്റഗ്രൽസിലൊക്കെ സാധാരണ ചെയ്യുന്നതാണ്. ഇതിനെ ഒന്ന് സ്പ്ലിറ്റ് ചെയ്യും, എന്നിട്ട് സമ്മ് കൊടുക്കും. ഇൻവേഴ്സ് ട്രിഗണോമെട്രിയിലൊക്കെ ജെ ലെവലൊക്കെ ഇഷ്ടം പോലെ കാണുന്നതാണ്. സ്പ്ലിറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. അത് ഇത്രയേ ഉള്ളൂ. ഇതിനത് ഇങ്ങനെ എഴുതും: 1/k+1 - 1/k+2. ഇത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തേ. k+2 ഇവിടെ വരും, k+1 ഇവിടെ വരും. കെയും കെയും കട്ടായപ്പോൾ 2 - 1 1 കിട്ടും. ഇത് രണ്ടും ഒരേ ഡിഗ്രി ആയിരിക്കണം കേട്ടോ. ഒന്ന് കെയും മറ്റത് k² ആണെങ്കിൽ പറ്റില്ല. രണ്ടും k² വന്നാലും കുഴപ്പമില്ല.
ശരിക്കും ഇവിടെ വരുന്നത് ഈ കോൺസ്റ്റൻറ്റിൻ്റെ ഡിഫറൻസ് ആയിരിക്കും ന്യൂമറേറ്ററിൽ വരുന്നത്. ഇവിടെ ഇപ്പോൾ 1ഉം 2ഉം തമ്മിലുള്ള ഡിഫറൻസ് 1 കിട്ടി. ഇനിയിപ്പോൾ ഇവിടെ ഒരു 5ഉം 6ഉം 5ഉം 10ഉം വന്നിരിക്കട്ടെ, അപ്പോൾ ഡിഫറൻസ് 5 വരണം. അപ്പോൾ നമ്മൾ 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് ഡിവൈഡ് ചെയ്ത് അഡ്ജസ്റ്റ് ചെയ്താൽ മതി, ഒരു കുഴപ്പമില്ല. k = 0 to 48. നോക്കിക്കോളൂ, കെക്ക് ആദ്യം 0 കൊടുക്കുമ്പോൾ 1/1 മൈനസ് 1/2 എന്ന് വരും. പ്ലസ് ഞാനത് താഴെ എഴുതുക കേട്ടോ. കെക്ക് 2 കൊടുക്കുമ്പോൾ കെക്ക് 1 കൊടുക്കുമ്പോൾ 1/2 മൈനസ് 1/3 പ്ലസ് കെക്ക് 2 കൊടുക്കുമ്പോൾ 1/3 മൈനസ് 1/4 പ്ലസ് ഇങ്ങനെ വന്ന് ലാസ്റ്റ് ടൈം വരുന്നതുണ്ടല്ലോ, കെക്ക് 48 കൊടുക്കുമ്പോൾ 1/49 മൈനസ് 1/50 എന്ന് വരും. ഓക്കെ, ഇതിനകത്ത് നിങ്ങൾക്ക് ഒരു കാര്യം കാണാൻ പറ്റും. എന്താ അത്? ഇങ്ങനെ കട്ടായി, ഇങ്ങനെ ഇത്രയും ടേമുകൾ കട്ടായിപ്പോവും. 2 ടേം അവിടെ അവശേഷിക്കും. ഒന്നീ 1ഉം ഒന്നീ 1/50. അപ്പോൾ 1 മൈനസ് 1/50 ആയിരിക്കും ആൻസർ. സോ 49/50 ഓപ്ഷൻ സി കിട്ടും. ബാക്കി എല്ലാം കട്ടായി പോവും. ഇത് ഇൻവേഴ്സ് ട്രിഗണോമെട്രി ഒക്കെ പ്രാക്ടീസ് ചെയ്യുന്ന ഇതിൽ ടഫായിട്ടുള്ളതാണ്. അവരിങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യും, അതിങ്ങനെ ക്യാൻസലായി പോയിക്കൊണ്ടിരിക്കും. ഓക്കെ, അടുത്തതും വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ, A6 കണ്ടുപിടിക്കാൻ വേണ്ടി. അത് ഞാൻ ചെയ്യേണ്ട ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല, NCERT-യിലെ ക്വസ്റ്റ്യൻ ആണ്. A1 3 എന്ന് തന്നിട്ടുണ്ട്. A2 എന്ന് പറയുമ്പോൾ 2 × A1, A3 3 × A2, A4 4 × A3 എഴുതി കൊടുക്കുന്ന കേട്ടോ. A5 5 × A4, A6 6 × A5. ഇനി ഇതിൻ്റെ ഓരോന്നിൻ്റെയും വാല്യൂ കൊടുത്താൽ മതിയല്ലോ. ഇത് 2 × 3 6 കിട്ടും അല്ലേ, ഇത് 6 × 3 18 കിട്ടും. ഇനി പ്രശ്നമാവും അല്ലേ, അടുത്തത് 18 × 4 എത്ര കിട്ടും? 20 × 4 ആണെങ്കിൽ 80 കിട്ടിയേനെ. അതിനകത്തുനിന്ന് 8 കുറച്ചു, 72 × 5 360, 36 × 6 216 വരും. പിന്നെ ആ 0 അവിടെ ഓപ്ഷൻ ഡി കിട്ടും. ഓക്കെ, NCERT-യിലെ ക്വസ്റ്റ്യൻ ആണ്, എൻ്റെ ഹെൽപ്പൊന്നും ആവശ്യമില്ല, നിങ്ങൾക്ക് ചെയ്യും. വീണ്ടും ഒരു GP-യിലെ ക്വസ്റ്റ്യൻ വന്നല്ലോ. ദ കോമൺ റേഷ്യോ ഓഫ് GP10. അപ്പോൾ തന്നെ എഴുതി 6:10. എല്ലാ ക്വസ്റ്റ്യനും ഇങ്ങനെ പറയുന്നതനുസരിച്ച് അങ്ങ് എഴുതി പോക്കോ. ദെൻ ദ റേഷ്യോ ബിറ്റ്വീൻ ഇറ്റ്സ് 11th and 6th. 11th എന്ന് പറയുമ്പോൾ AR10 ബൈ 6th എന്ന് പറഞ്ഞാൽ AR5. ഇത്രേ ഉള്ളൂ. ക്വസ്റ്റ്യൻ വായിക്കുന്നതനുസരിച്ച് അങ്ങ് എഴുതി പോക്കോ, പെട്ടെന്ന് ആൻസർ കിട്ടും. എ കട്ടായി പോയിട്ട് R5 കിട്ടും. R എത്രയാ? 10⁵. സോ 10⁵1 ഓപ്ഷൻ ബോക്സ് കിട്ടും. ഓക്കെ, R5/1 എന്ന് വേണമെങ്കിൽ എഴുതിക്കോളൂ കേട്ടോ. 10⁵1 ഡയറക്റ്റ് ചെയ്തു. അടുത്ത ക്വസ്റ്റ്യനോ, സെക്കൻഡ് ടേം അവിടെ തന്നിരിക്കുന്നത്. ഇതേ ടൈപ്പ് ഇതിലും ടഫായിട്ടുള്ള പറഞ്ഞാൽ നമ്മൾ ചെയ്തോളൂ. സെക്കൻഡ് ടേം AR അല്ലേ. ഇനി അതിൻ്റെ പ്രോഡക്റ്റ് 3 ടേം, A × AR × AR². അപ്പോൾ ഇത് 3ഉം A³ വരും, ഇത് R⁻³ വരും, R × R². ദാറ്റ് ഈസ് AR³ എന്ന് വരും. ദാറ്റ് ഈസ് 4³ എന്ന് വരും, വിച്ച് ഈസ് 64. ഓപ്ഷൻ ഡി കിട്ടും, 64. ഓപ്ഷൻ ഡി. അടുത്തത്, ദ നമ്പേഴ്സ് ABCD ആർ ഇൻ GP. ABCD GP ആണ്. അപ്പം ഞാൻ ഇതിൻ്റെ കോമൺ റേഷ്യോ എന്ന് പറയുന്നത് സ്മോൾ ലെറ്റർ R എടുക്കുന്നു. അപ്പം ഞാനിതിങ്ങനെ എടുത്തോട്ടെ, AR AR² AR³. ഇത് ശരിക്കും ABCD ഈ 4 ടേമാണ്. അപ്പോൾ കോമൺ റേഷ്യോ ആർന്നവർ പറഞ്ഞിട്ടുണ്ട്, ഞാൻ എടുക്കണ്ട, അത് ഇവിടെയും കൊടുത്താൽ മതിയെന്നേ.
ഇത് ജി പിയിലാണെങ്കിൽ കോമൺ റേഷ്യോ കണ്ടുപിടിക്കാനാണ് പറഞ്ഞേക്കണേ അല്ലേ? ഓക്കെ ഓക്കെ ഓക്കെ. അപ്പോൾ ഇതൊന്ന് ഡിവൈഡ് ചെയ്ത് നോക്കുക. ഏത്? സെക്കൻഡ് ബൈ ഫസ്റ്റ്. ഇത് മുകളിലേക്ക് പോട്ടെ. എ ക്യൂബ് എന്ന് പറഞ്ഞാൽ എ ക്യൂബ് അങ്ങനെ തന്നെ വരും. ബി എന്ന് പറഞ്ഞാൽ എ ആർ അല്ലേ? ഇതാണ് ബി. അപ്പോൾ എ ക്യൂബ് ആർ ക്യൂബ് വരും. താഴെയും ബി എന്ന് പറയുമ്പോൾ എ ക്യൂബ് ആർ ക്യൂബ് വരും. സി എന്ന് പറഞ്ഞാൽ എ ആർ സ്ക്വയറാ, അതിൻ്റെ ക്യൂബ് എടുക്കുമ്പോൾ എ ക്യൂബ് ആർ റൈസ് ടു 6 എന്ന് വരും. എ ക്യൂബ് കംപ്ലീറ്റ് ആയിട്ട് കട്ട് ചെയ്ത് പോയി. അപ്പം ന്യൂമറേറ്റർ 1 പ്ലസ് ആർ ക്യൂബ് എന്നും താഴെ വരുന്നത് ആർ ക്യൂബ് പ്ലസ് ആർ റൈസ് ടു 6 എന്നും. താഴെ നിന്നും ഒരു ആർ ക്യൂബ് പുറത്തേക്ക് എടുക്കാം. അപ്പോൾ 1 പ്ലസ് ആർ ക്യൂബ് വരില്ലേ? ശരിയല്ലേ എന്ന് നോക്കൂ. 1 പ്ലസ് ആർ ക്യൂബ് ബൈ ആർ ക്യൂബ് ഇൻറ്റു 1 പ്ലസ് ആർ ക്യൂബ്. ഇത് കട്ടായി പോവും. 1 ബൈ ആർ ക്യൂബ് കിട്ടും, ഓപ്ഷൻ എലഫൻറ്റ് കിട്ടും. 1 ബൈ ആർ ക്യൂബ് കിട്ടും, ഓപ്ഷൻ എലഫൻറ്റ് കിട്ടും. അടുത്ത ക്വസ്റ്റ്യൻ സിമ്പിളായിട്ടുള്ള ഒരു ലോഗരിതത്തിൻ്റെ പ്രോപ്പർട്ടി ആയിട്ടോ ശരിക്കും അപ്ലൈ ചെയ്യുന്നത്. ചിലപ്പോൾ കാണുമ്പോൾ നിങ്ങൾക്ക് തോന്നും ഇതെങ്ങനെ സിംപ്ലിഫൈ ചെയ്യുന്നു. പേടിക്കേണ്ട, ലോഗരിതത്തിലൊരു പ്രോപ്പർട്ടി ഉണ്ട്. ലോഗ് ബി ടു ദ ബേസ് എ എന്ന് പറഞ്ഞാൽ 1 ബൈ ലോഗ് എ ടു ദ ബേസ് ബി എന്ന് എഴുതാം. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ഇൻ്റർചേഞ്ച് ചെയ്യും. ഒരു തരം റെസിപ്രോക്കൽ റൂൾ ലോഗരിതത്തിലുള്ളതാണ്. അപ്പോൾ ഇത് നിങ്ങൾ തിരിച്ചിട്ട് കഴിഞ്ഞാൽ ലോഗ് 2 ടു ദ ബേസ് എക്സ് ആയി പ്ലസ് ലോഗ് 3 ടു ദ ബേസ് എക്സ് ആയി പ്ലസ് ലോഗ് 4 ടു ദ ബേസ് എക്സ് ലോഗ് 5 ടു ദ ബേസ് എക്സ് ലോഗ് 6 ടു ദ ബേസ് എക്സ് ഈക്വൽ ടു 1. ലോഗരിതത്തിലെ ഒരു സിമ്പിൾ പ്രോപ്പർട്ടി ലോഗ് എ പ്ലസ് ലോഗ് ബി, ലോഗ് എ ഇൻറ്റു ബി എന്ന് എഴുതാൻ പാടില്ലേ? എല്ലാത്തിൻ്റെയും ബേസ് സെയിമാണ്. അപ്പം 2 ഇൻറ്റു 3 ഇൻറ്റു 4 ഇൻറ്റു 5 ഇൻറ്റു 6 ഈക്വൽ ടു 1. അപ്പോൾ എന്ത് കിട്ടും? 2 ഇൻറ്റു 3 ഇൻറ്റു 4 ഇൻറ്റു 5 ഇൻറ്റു 6 ഈക്വൽ ടു എക്സ് റൈസ് ടു 1 എന്ന് കിട്ടും. ഈ എക്സ് അപ്പുറത്തേക്ക് പോകും. ലോഗ് എ റൈസ് ടു ബി ഈക്വൽ ടു എക്സ് ആണെങ്കിൽ ഈ ബി അപ്പുറത്തേക്ക് പോകും. എ ഇസ് ഈക്വൽ ടു ബി റൈസ് ടു എക്സ് എന്നെഴുതാം. ഇതെല്ലാം ലോഗരിതത്തിൻ്റെ പ്രോപ്പർട്ടീസാണ്. ഇതൊന്ന് ഓർത്തോളൂ കേട്ടോ. അപ്പോൾ ഇതെല്ലാം മൾട്ടിപ്ലൈ ചെയ്ത് ശരിക്കും 6 ഫാക്ടോറിയൽ ആണ്. 6 ഫാക്ടോറിയൽ എത്രയായിരുന്നു? 720. ആൻസർ. അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് കുറച്ച് ബുദ്ധിമുട്ടായിട്ട് തോന്നാം. ലോഗരിതം ശരിക്കും പഠിച്ചാലേ കിട്ടുള്ളൂ. സീക്വൻസ് ആൻഡ് സീരീസ് അല്ല ഇവിടെ പഠിക്കേണ്ടത്, ലോഗരിതം. ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് സീക്വൻസ് ആൻഡ് സീരീസിൽ നമുക്കുള്ളത്. നമുക്ക് ഇതോടൊപ്പം തന്നെ ആ സ്റ്റാറ്റിസ്റ്റിക്സോടെ അങ്ങ് തീർത്തേക്കാം. സ്റ്റാറ്റിസ്റ്റിക്സ് വളരെ സിമ്പിൾ ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ്. അതോടെ നമുക്ക് ഇതിൻ്റെ ഒപ്പം തന്നെ അങ്ങ് കവർ ചെയ്തേക്കാം. വളരെ കുറച്ച് ക്വസ്റ്റ്യൻസേ ഉള്ളൂ, 1-2 ക്വസ്റ്റ്യൻ വീതേ ഉള്ളൂ. അപ്പം അതൊരു സെപ്പറേറ്റ് സ്ലോട്ടായിട്ട് ചെയ്ത് സമയം കളയണ്ടല്ലോ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വേരിയൻസ് കണ്ടുപിടിക്കാൻ. നിങ്ങൾക്ക് വേരിയൻസ് കണ്ടുപിടിക്കാൻ ഫോർമുലയൊക്കെ അറിയാം. സിഗ്മ എക്സ് ഐ സ്ക്വയർ ബൈ എൻ മൈനസ് സിഗ്മ എക്സ് ഐ ബൈ എൻ ദ ഹോൾ സ്ക്വയർ എന്നുള്ള ഫോർമുലയൊക്കെ നിങ്ങൾക്ക് അറിയാം. പക്ഷെ ഇവിടെ അതൊന്നും അപ്ലൈ ചെയ്യണ്ട. ഇതായിരിക്കട്ടെ എളുപ്പമുള്ള ഫോർമുല, എൻട്രൻസിന് കൂടുതൽ അപ്ലൈ ചെയ്യുന്നത്. 2 റിസൾട്ടുകൾ ഓർത്തിരിക്കൂ. എക്സ് ബാർ ഓഫ് ഫസ്റ്റ് n natural numbers is n plus 1 by 2. Mean of first n natural numbers n plus 1 by 2. Variance of first n natural numbers n square minus 1 by 12. Standard deviation of first n natural numbers n square minus 1 by 12. ഇത്രയും കാര്യങ്ങളൊന്ന് ഓർത്തിരിക്കൂ. Mean of first n natural numbers n plus 1 by 2. Variance of first n natural numbers n square plus 1 by 2. n square minus 1 by 12. Standard deviation is n square. അതിൻ്റെ റൂട്ട് എടുത്താൽ മതി.
ഇനി അടുത്തൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഇതോടെ ഓർത്തിരുന്നോളൂ കേട്ടോ. അതായത് കുറച്ച് നമ്പേഴ്സ് ഉണ്ട്, x1 x2 എക്സെട്ര xn നമ്പർ ഉണ്ട്. ഇതിൻ്റെ മീൻ എക്സ് ബാർ, വേരിയൻസ് സിഗ്മ സ്ക്വയർ, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ സിഗ്മ എന്നിരിക്കട്ടെ. നിങ്ങൾ ഇതിൻ്റെ കൂടെ ഒരു നമ്പർ ആഡ് ചെയ്താലോ സബ്ട്രാക്ട് ചെയ്താലോ ഒരു കോൺസ്റ്റന്റ്, മീനിൻ്റെ കൂടെ അത് തന്നെ ചെയ്യേണ്ടി വരും. പക്ഷെ വേരിയൻസിനും സ്റ്റാൻഡേർഡ് ഡീവിയേഷനും ഒരു മാറ്റം ഉണ്ടാവില്ല. ഞാൻ പറഞ്ഞ റിസൾട്ട് മനസ്സിലായോ? കുറേ നമ്പർ ഉണ്ട്, അതിനൊരു മീനും വേരിയൻസും കിട്ടിയെന്നിരിക്കട്ടെ. ആ നമ്പറിൻ്റെ കൂടെ എല്ലാം ഒരു 10 ആഡ് ചെയ്തു, മീനിൻ്റെ കൂടെയും 10 ആഡ് ചെയ്തോ, സ്റ്റാൻഡേർഡ് ഡീവിയേഷനും വേരിയൻസിനും നോ ചേഞ്ച്. അതേസമയം ഒരു കോൺസ്റ്റന്റ് വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുകയോ അതല്ലെങ്കിൽ ഡിവൈഡ് ചെയ്യുകയോ രണ്ടും ചെയ്താലും ഇവിടെ അഫക്റ്റ് ചെയ്യും. മീനിന് അതുപോലെ തന്നെ അഫക്റ്റ് ചെയ്യും. വേരിയൻസിനെ അതിൻ്റെ സ്ക്വയർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുകയും സ്റ്റാൻഡേർഡ് ഡീവിയേഷനെ അതിൻ്റെ മോഡുലസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുകയും ചെയ്യേണ്ടി വരും. ഡിവിഷനും ഇതേ പ്രോസസ്സ് തന്നെയാണ് കേട്ടോ. ഒന്ന് ഓർത്തിരുന്നോളൂ കേട്ടോ. ഇവിടെ ഞാൻ ഈ ടെക്നിക്ക് അപ്ലൈ ചെയ്താൽ ഞാൻ പെട്ടെന്ന് ആൻസർ കണ്ടുപിടിക്കും. എങ്ങനെയാണെന്ന് നോക്കിക്കോളൂ കേട്ടോ. ഇതിനെ ഇങ്ങനെ എഴുതുക: 1 + 5, 2 + 5, 3 + 5, 4 + 5. ശരിക്കും എനിക്ക് 1 2 3 4 ഇതിൻ്റെ വേരിയൻസ് കണ്ടാൽ പോരെ. ഇതിൻ്റെ വേരിയൻസ് എന്ത് കിട്ടും? ആദ്യത്തെ 4 നമ്പർ അല്ലേ? അപ്പോൾ 4² - 1/12, ദാറ്റ് ഈസ് 16 - 1/12, 15/12, ദാറ്റ് ഈസ് 5/4 എന്ന് കിട്ടും. തീർന്നിട്ടില്ല. തീർന്നു. നിങ്ങളുടെ ക്വസ്റ്റ്യനും തമ്മിലുള്ള വ്യത്യാസം എന്താ? നിങ്ങളുടെ ക്വസ്റ്റ്യനിൽ എല്ലാത്തിലും ഒരു 5 ആഡ് ചെയ്തു എന്ന് വെച്ച് വേരിയൻസിന് ഒരു മാറ്റവും ഇല്ല. ഈ നമ്പറിൻ്റെ വേരിയൻസും ഈ നമ്പറിൻ്റെ വേരിയൻസും സെയിം തന്നെയാണ്. ഓപ്ഷൻ ഇ കിട്ടും. ആഡ് ചെയ്തു എന്ന് വെച്ചും വേരിയൻസിൽ ഒരു മാറ്റവും ഇല്ല. അതേസമയം മീനായിരുന്നെങ്കിൽ ഈ പറയുന്ന നമ്പർ ആഡ് ചെയ്യേണ്ട വന്നേനെ കേട്ടോ. ഈ റിസൾട്ട് ഒന്ന് ഓർത്തിരുന്നോളൂ. അടുത്തത്, ഇത് പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ എന്നൊരു കൺസെപ്റ്റിൽ വരുന്നതാണ്. സ്കൂളിലെ സിലബസിൽ പഠിച്ചിട്ടുണ്ടാവില്ല. ഒരൊറ്റ കാര്യം ഓർത്തിരുന്നാൽ മതി. ഇത് എക്സ് ആണ്, എക്സ് റാൻഡം വേരിയബിൾ. ഇത് പി ഓഫ് എക്സ് ആണ്, പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ. ഇതിൻ്റെ സം എപ്പോഴും 1 ആയിരിക്കും. സം ഓഫ് പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ 1 ആയിരിക്കും. അപ്പോൾ k + 3k, 4k + 5k, 9k + 7 + 9 16k + 11k. ഇത് 1 ആയിരിക്കും. എല്ലാത്തിൻ്റെ സം 1 ആയിരിക്കും. അപ്പോൾ ആഡ് ചെയ്ത് 25 കിട്ടും. 25 36k = 1 എന്നും k = 1/36 എലഫന്റ് കിട്ടും. പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ ആൻഡ് റാൻഡം വേരിയബിൾ എന്ന് പറയുന്ന കൺസെപ്റ്റിൽ NCERT ഉള്ളതാണ്. പ്രോബബിലിറ്റിയുടെ ചാപ്റ്ററിലാട്ടോ. അടുത്തത്, ദ മീൻ ഓഫ് 2 സാമ്പിൾ സൈസ് എസ്. 2 സാമ്പിൾ സൈസ് ഉണ്ട്. ഒന്ന് N1. മീൻ ഓഫ് 2 സാമ്പിൾ സൈസ്, ഒന്ന് 30 ആണ്, അടുത്തത് 40 ആണ്. ആദ്യത്തതിൻ്റെ മീൻ 35 ആണ്, രണ്ടാമത്തതിൻ്റെ മീൻ 42 ആണ്. എങ്കിൽ കമ്പൈൻഡ് മീൻ കണ്ടുപിടിക്കണം. 2 സെറ്റ് ഉണ്ട്. ഇപ്പം നിങ്ങളുടെ ക്ലാസ്സിൽ ബോയ്സിൻ്റെ എണ്ണം, അവരുടെ മീൻ, ഗേൾസിൻ്റെ എണ്ണം, അവരുടെ മീൻ, ഇത് രണ്ടും കൂടെ കമ്പൈൻ ചെയ്താലുള്ള മീൻ, അതാണ് കമ്പൈൻഡ് മീൻ. അതിപ്പോൾ 2 എണ്ണത്തിന് മാത്രമല്ല, 3 4 എണ്ണം വന്നോട്ടെ, എന്തായാലും പ്രശ്നമില്ല. എക്സ് ബാർ കമ്പൈൻഡ് മീൻ N1 x1 ബാർ പ്ലസ് N2 x2 ബാർ ബൈ N1 പ്ലസ് N2. N1 x1 ബാർ പ്ലസ് N2 x2 ബാർ ബൈ N1 പ്ലസ് N2. ഇപ്പോൾ എക്സ് ബാർ ഈക്വൽ ടു N1 എത്രയാണ്? 30. 30 × 35 പ്ലസ് 40 × 42 ബൈ 30 പ്ലസ് 40. ഓക്കെ, ഈ 0 കംപ്ലീറ്റ് കട്ട് ചെയ്ത് കളഞ്ഞു നമ്മൾ. അപ്പോൾ 3 × 35 പ്ലസ് 4 × 42 ബൈ 3 പ്ലസ് 4. 10 കട്ട് ചെയ്ത് കളഞ്ഞു.
ഇനി സിംപ്ലിഫൈ ചെയ്യാൻ പറ്റുന്നിടത്തോളം സിംപ്ലിഫൈ ചെയ്യൂ. അപ്പോൾ 3 + 4 വരുന്നത് കേട്ടോ. അപ്പോൾ താഴെ 7 വരും. ന്യൂമറേറ്ററിൽ നിന്ന് നമുക്ക് ഒരു 7 എടുക്കാൻ പറ്റില്ല. പറ്റുമോ? ഒരു പിന്നെ 7 എടുക്കാം. ഒരു 3 എടുക്കാം. 7ഉം 3ഉം പുറത്തേക്ക് എടുത്താൽ ഇവിടെ പിന്നെ 5 വരും അല്ലേ? 7 5 പ്ലസ് ഇവിടെ 4 × 7 × 3 21. 42ൽ നിന്ന് 21 പോന്നാൽ പിന്നെ അവിടെ 2ഉം വരും. 7ഉം ഇതും കട്ട് ചെയ്ത് പോയിട്ട് 3 × ഇത് 8 + 5 13 വരും. 13 × 3 39 എന്നൊരു ഓപ്ഷൻ ഉണ്ട്. കമ്പൈൻഡ് മീൻ. ഞാനിതെല്ലാം കൂടെ മൾട്ടിപ്ലൈ ചെയ്ത് കഷ്ടപ്പെട്ടിട്ടുള്ളൂ എന്ന് വെച്ച് ഇങ്ങനെ ചെയ്തു എന്നുള്ളൂ കേട്ടോ. ഇനി ഇതിപ്പോൾ 3 ഒബ്സർവേഷൻ വന്നാൽ നിങ്ങൾ പേടിക്കേണ്ട. N3 X3 ബാർ എന്നോടെ അത് കൂടെ എഴുതിയിട്ട് ബൈ പ്ലസ് N3 കൂടെ കൂടുതൽ ആഡ് ചെയ്താൽ മതി. അടുത്തത് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കണ്ടുപിടി. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ 2 എന്ന് തന്നിട്ടുണ്ട്. അതായത് സിഗ്മ 2 തന്നിട്ടുണ്ട്. അപ്പോൾ സിഗ്മ സ്ക്വയർ 4 ആയിരിക്കും. മീൻ കണ്ടുപിടിക്കണം. വെരി സിമ്പിൾ. സിഗ്മ സ്ക്വയർ എന്ന് പറഞ്ഞാൽ സിഗ്മ xi² ബൈ n മൈനസ് സിഗ്മ xi ബൈ n ദ ഹോൾ സ്ക്വയർ. അല്ലെങ്കിൽ അവിടെ എക്സ് ബാർ എന്നിട്ടാൽ പോരെ, മീനല്ലേ കണ്ടുപിടിക്കേണ്ടത്. യെസ്, എക്സ് ബാർ ആണ് അവിടെ വരുന്നത്. എക്സ് ബാർ ദ ഹോൾ സ്ക്വയർ മീൻ. ഓരോന്നിൻ്റെ വാല്യൂ കൊടുക്കും. 9 ഒബ്സർവേഷൻ ഉണ്ട്. 4 = 360 ബൈ 9 മൈനസ് എക്സ് ബാർ സ്ക്വയർ. എക്സ് ബാർ സ്ക്വയർ = 40 അല്ലേ? മൈനസ് 4 which is equal to 36. X bar square equal to 36. Then x bar equal to 6. X bar square equal to 36. X bar equal to 6. Then xi എന്ന് പറയുന്ന n ഒബ്സർവേഷൻ ഉണ്ട്. സിഗ്മ xi² എക്സ് ബാറും തന്നിട്ടുണ്ട്. വേരിയൻസ് 0 ആണ്. നമ്പർ കണ്ടുപിടിക്കാം. വെരി സിമ്പിൾ. പഴയ ഫോർമുല തന്നെ അല്ലേ? സിഗ്മ സ്ക്വയർ = സിഗ്മ xi² ബൈ n മൈനസ് എക്സ് ബാർ ദ ഹോൾ സ്ക്വയർ. വേരിയൻസ് എത്രയാ? 0 അവിടെ. സിഗ്മ xi² 550 ആണ് ബൈ n മൈനസ് 25. ഓക്കെ, അപ്പോൾ 25 = 550 ബൈ n. ഒന്ന് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യൂ. n = 550 ബൈ 25 ഡിവൈഡ് ചെയ്യൂ. ഇവിടെ 2 വരും അല്ലേ? 22 വരും. ശരിയല്ലേ? 55 കട്ട് ചെയ്തിട്ട് 2 വരും. പിന്നെ ഒരു 5 വരും. വീണ്ടും 50ക്ക് 2 വരും. 22 ഓപ്ഷൻ സി കിട്ടി. എല്ലാം സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് കേട്ടോ. ഒത്തിരി ചിന്തിക്കേണ്ട ക്വസ്റ്റ്യൻ ഒന്നുമില്ല. മീൻ ഓഫ് 5 ഒബ്സർവേഷൻ 22. എക്സ് കണ്ടുപിടിക്കാൻ ഇതെല്ലാം കൂടെ അങ്ങ് ആഡ് ചെയ്യുന്നേ. എക്സ് 2x + 5 13. 2 13 വേണ്ട, ഒരു 13 മതി. 2x - 7 + 9 ബൈ എത്രയാണ്? എത്ര ഒബ്സർവേഷൻ ഉണ്ട്? 5 = 22. അപ്പോൾ x + 2x 3x + 2x 5x വരും. പിന്നെ 18 - 7 18 + 2 that is 19 അല്ല 20 = 110. അപ്പോൾ 5x = 90 വരുമല്ലോ. 5x = 90. x = 18 വരും അല്ലേ? x = 18. തീർന്നു. ലാസ്റ്റ് ക്വസ്റ്റ്യൻ. ദ മീൻ ഡീവിയേഷൻ ഓഫ് ദ നമ്പേഴ്സ് ഫ്രം the mean
അല്ലേ, മീൻ ഡീവിയേഷൻ ഓഫ് ദ നമ്പേഴ്സ് ഫ്രം മീൻ. അപ്പം മീൻ കണ്ടുപിടിക്കണം അല്ലേ, കണ്ടുപിടിക്കാം. ഫോർമുല ഓർക്കുന്നില്ലേ, മീൻ എക്സ് ബാർ സം ഡിവൈഡഡ് ബൈ നമ്പർ. 10 + 10 + 10 30 വരും. പിന്നെ 4 + 7 10 വരും. 10 + 4 14 വരും. +5 വരും. എത്ര ഒബ്സർവേഷൻ ഉണ്ട്? 2 7 ഒബ്സർവേഷൻസ്. ശരിയല്ലേ? അതെ. അപ്പോൾ 19 49/7. ഓക്കെ, 7 കിട്ടി എക്സ് ബാർ. മീൻ ഡീവിയേഷൻ ഫ്രം മീൻ്റെ ഫോർമുല എന്തായിരുന്നു? സിഗ്മ മോഡ് xi മൈനസ് എക്സ് ബാർ ബൈ എൻ. സിഗ്മ മോഡ് xi മൈനസ് എക്സ് ബാർ ബൈ എൻ വിച്ച് ഇസ് ഈക്വൽ ടു, ഓരോന്നിന്നും സബ്ട്രാക്ട് ചെയ്യൂ. 3 - 7 4 കിട്ടും, മോഡുലസ് ആട്ടോ എടുക്കേണ്ടത്. 10 - 7 3 വരും. 10 - 7 3 വരും. 4 - 7 3 വരും, മോഡുലസ് എടുക്കുന്നത്. 7 - 7 0 വരും. 10 - 7 3 വരും. 5 - 7 2 വരും ബൈ 7. ഓക്കെ, 12 + 2 14 അല്ലേ, 12 + 2 14 + 4 18/7. ഡെസിമൽ പോയിന്റ് ആലോ വരിക, നോക്കാം. 18/7 2 14 4.48 2.8 something. ഡിഫറൻസ് ഒന്നുകൂടെ നോക്കിയേ. സം 9 49 14 2 സോറി 8 വരുമല്ലോ. 5 35 റിമൈൻഡർ 5 50 2.5 ഒരു നമ്പറോടെ കണ്ടേക്കാം. 7 49 യെസ് 2.57 ഓപ്ഷൻ സി കിട്ടും. 2.57 ഓപ്ഷൻ സി. 7 ക്വസ്റ്റ്യനേ ഉണ്ടായിരുന്നുള്ളൂ. സ്റ്റാറ്റിസ്റ്റിക്സും സിമ്പിളായിരുന്നു. അപ്പോൾ നമ്മൾ കുറഞ്ഞ സമയം കൊണ്ട് സീക്വൻസ് ആൻഡ് സീരീസും സ്റ്റാറ്റിസ്റ്റിക്സും 2 ടോപ്പിക്കും തീർത്തു. വളരെ സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻസാണ് കീമിന് ചോദിച്ചത്. NCERT ഫോമിലെ കുറച്ച് എൻട്രൻസിൻ്റെ ക്വസ്റ്റ്യനോടെ ഒന്ന് പ്രാക്ടീസ് ചെയ്താൽ മതി, ഈ ചാപ്റ്റർ സ്കോർ ചെയ്യാം. ഓക്കെ, താങ്ക് യു.